എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം. കഥയമമ്മയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. മഹാദേവന്റെ കഥകൾ എത്ര കേട്ടാലും മതിവരാറില്ല. കഴിഞ്ഞ അധ്യായങ്ങളിൽ ഭഗവാന്റെ വിശ്വപ്രസിദ്ധമായിട്ടുള്ള ത്രിപുരദഹനം ഉൾപ്പെടെയുള്ള കഥകൾ നമ്മൾ കേൾക്കുകയും ചെയ്തു. ഇന്നത്തെ ദിവസം ഭഗവാന്റെ പ്രസിദ്ധമായിട്ടുള്ള ഒരു പേരുണ്ടല്ലോ, അന്തകാന്തകൻ എന്നാണ് ഭഗവാനെ വിളിക്കുക. അന്തകൻ എന്ന് വിളിക്കപ്പെടുന്ന അസുരനെ കൊന്നതുകൊണ്ട് അന്തകാന്തകനായി ഭഗവാൻ. അതുകൊണ്ട് തന്നെ ഇന്നേ ദിവസം അന്തകാസുര വധം എന്നുള്ള കഥയാണ് നമ്മൾ അനുസ്മരിക്കുന്നത്. ഭഗവാൻ മഹാദേവന്റെയും ശ്രീപാർവതി ദേവിയുടെയും ചൈതന്യത്തിൻ്റെ ഏറ്റവും നല്ല നിമിഷങ്ങൾ പകർന്നു തരുന്നൊരു കഥയാണ് അന്തകനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്. ആ കഥ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് നമുക്കൊന്ന് ചെറിയ രീതിയിൽ ചിന്തിക്കാം. ഈ കഥ നടക്കുന്നതിൻ്റെ ആദ്യ ഭാഗം കൈലാസത്തിലാണ്. ആ സമയത്ത് ഭഗവാൻ ശ്രീപാർവതിയെ വിവാഹം ചെയ്തിട്ട് അധിക നാളൊന്നും ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് ഭഗവാനെ പൂർണ്ണതോതിൽ മനസ്സിലാക്കാനുള്ളൊരു ശ്രമമൊന്നും ആ സമയത്ത് ഉണ്ടായിട്ടില്ല എന്ന് തൽക്കാലത്തേക്ക് നമുക്ക് വിചാരിക്കാം. അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഭഗവതി ചെറിയ ചെറിയ തമാശകളൊക്കെ ഭഗവാനോട് കാണിക്കുമായിരുന്നു. അങ്ങനെ ഒരിക്കൽ ഭഗവാൻ ധ്യാനത്തിലിരിക്കുന്ന സമയത്ത് ദേവി പുറകിലൂടെ ചെന്ന് ഭഗവാന്റെ 2 കണ്ണും അങ്ങോട്ട് പൊത്തിപ്പിടിച്ചു എന്നാണ്. ശ്രീരുദ്രം എന്ന് വിളിക്കപ്പെടുന്ന ഭഗവാന്റെ പ്രസിദ്ധമായിട്ടുള്ള മന്ത്രസംഹിത തുടങ്ങുന്നതിന് മുമ്പ് ഒരു ധ്യാനം ചൊല്ലാറുണ്ട്. പീഠം യസ്യ ധരിത്രി എന്ന് തുടങ്ങുന്നൊരു ധ്യാനം. ആ ധ്യാനത്തിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് ശിവന്റെ 3 കണ്ണുകൾ എന്തൊക്കെയാണെന്ന്. അതിൽ കൃത്യമായിട്ട് പറയുന്നു, 1ാമത്തെ കണ്ണ് സൂര്യനും, 2ാമത്തെ കണ്ണ് ചന്ദ്രനും, 3ാമത്തെ കണ്ണ് അഗ്നിയുമാണ് എന്നാണ്. അതായത് സൂര്യചന്ദ്രന്മാരും ഒപ്പം അറിവാകുന്ന അഗ്നിയുമാണത്രേ ഭഗവാന്റെ 3 നേത്രങ്ങൾ. ഇപ്പൊ ഭഗവതി പൊത്തിപ്പിടിച്ചത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രപഞ്ചത്തെ മുഴുവൻ നിയന്ത്രിക്കുന്ന ആ ഭഗവാന്റെ 2 കണ്ണുകളെയാണ്. സൂര്യചന്ദ്രന്മാരെയാണ് ഒരേ സമയം ദേവി മറച്ചത് എന്നാണ്. അതുകൊണ്ട് തന്നെ ഭഗവാന്റെ 2 കണ്ണും അങ്ങോട്ട് അടഞ്ഞ സമയത്ത് പ്രപഞ്ചം മുഴുവൻ ഇരുട്ടിലായി എന്നാണ്. ഈ സമയത്ത് ഭഗവാന്റെ ആ താപം, ഈ 3ാമത്തെ കണ്ണിൽ നിന്നുണ്ടായിട്ടുള്ള താപം ദേവിയുടെ ഈ കൈകളിലേക്ക് ഏൽക്കുകയും ദേവിയുടെ കൈ വിയർക്കുകയും ആ വിയർക്കുന്ന കൈകളിൽ നിന്ന് 2 തുള്ളി വിയർപ്പ് താഴേക്ക് വീണു പോവുകയും ചെയ്തു എന്നാണ്. ആ വിയർപ്പിന്റെ കണങ്ങളെല്ലാം കൂടി ചേർന്ന് അതിൽ നിന്നൊരു കുട്ടി ഉണ്ടായിത്രേ. ആ കുട്ടിയുടെ പേരാണ് അന്തകൻ. അദ്ദേഹത്തിന് കണ്ണ് കാണില്ലായിരുന്നു. ഹിരണ്യാക്ഷൻ എന്ന് വിളിക്കപ്പെടുന്ന ഒരു രാക്ഷസൻ അക്കാലത്ത് ഭൂമിയിൽ ജീവിച്ചിരുന്നു. അയാൾക്ക് കുട്ടികളുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ കുട്ടിയെ വളർത്താനായിട്ട് ഹിരണ്യാക്ഷന് കൊടുത്തു. ഹിരണ്യാക്ഷന്റെ മരണശേഷം അന്തകൻ രാജാവായി, പക്ഷെ കണ്ണ് കാണില്ല. അതുകൊണ്ട് തന്നെ കാഴ്ച കിട്ടാൻ വേണ്ടിയിട്ടും ശക്തി കൂട്ടാൻ വേണ്ടിയിട്ടും അദ്ദേഹം ബ്രഹ്മാവിനെ പോയി തപസ് ചെയ്തു. ബ്രഹ്മാവ് തപസ്സിലൊക്കെ സംപ്രീതനായിട്ട് പ്രത്യക്ഷപ്പെട്ടു. അന്തകനോട് ചോദിച്ചു, എന്ത് വരാണ് വേണ്ടത്? അന്തകൻ 2 വരാണ് ചോദിച്ചത്. 1, എനിക്ക് കാഴ്ച തിരിച്ചു തരണം. 2, എന്നെ ആർക്കും കൊല്ലാൻ പറ്റരുത്. ഭഗവാൻ ബ്രഹ്മദേവൻ പറഞ്ഞു, 1ാമത്തെ വരം ഞാൻ തരാം, കാഴ്ച ഇപ്പം തന്നെ തന്നേക്കാം, പക്ഷെ ഒരാളാലും കൊല്ലപ്പെടരുത് എന്നുള്ള വരം തരാനുള്ള ഒരു അർഹത, കഴിവ് എനിക്കില്ല, വേറെ എന്തെങ്കിലും ചോദിക്കും. അപ്പം വീണ്ടും അന്തകൻ ഒന്നുകൂടെ ചിന്തിച്ചു. അദ്ദേഹം ചോദിച്ച വരം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എൻ്റെ മാതൃസ്ഥാനത്തുള്ള ഒരാളെ വിവാഹം കഴിക്കണം എന്നുള്ള ചിന്ത എൻ്റെ മനസ്സിലുണ്ടാവാതെ ഒരിക്കലും എനിക്ക് മരണം ഉണ്ടാവരുത് എന്നുള്ളതാണ്. അത് കേട്ട സമയത്ത് ബ്രഹ്മാവിന് തോന്നി ഇത് തന്നെ ആയിരിക്കും ഇവൻ്റെ അന്ത്യത്തിനുള്ള ഏറ്റവും നല്ല വരം എന്ന് കരുതി ആ വരവും കൊടുത്ത് അനുഗ്രഹിച്ചു. അന്തകന് കാഴ്ച ശക്തി തിരിച്ചു കിട്ടി, വരം കിട്ടി, ശക്തി കൂടി. ഉടനെ തന്നെ എല്ലാ അസുരന്മാരും ചെയ്യുന്നത് പോലെ ദേവലോകം ആക്രമിച്ചു, ദേവേന്ദ്രനെ പുറത്താക്കി, ദേവന്മാരെ ഓടിച്ചു. ഭൂമിയും ദേവലോകവും സ്വർഗവും പാതാളവും എല്ലാം തന്നെ അന്തകന്റെ ഭരണത്തിന് കീഴിലായി. എല്ലായിടത്തും അശാന്തി വിളയാടി എന്നാണ്. ഈ സമയത്ത് ഒരിക്കൽ അന്തകൻ തൻ്റെ രാജ്യത്തിലൂടെ സഞ്ചരിക്കുന്ന സമയത്ത് അവിടെ അതിചൈതന്യവതിയായിട്ടുള്ളൊരു യുവതിയെ കണ്ടു എന്നാണ്. അവരെ കണ്ടപാടെ അന്തകൻ്റെ ഉള്ളിൽ അവരെ വിവാഹം കഴിക്കണം എന്നുള്ള ചിന്ത ഉണ്ടായി. അത്യധികം തേജസ്സുള്ളൊരു സ്ത്രീ. ആ സ്ത്രീയെ കണ്ടപ്പോൾ അന്തകൻ പോയി ചോദിച്ചു, ദേവി, എനിക്ക് ദേവിയെ ഭാര്യയാക്കിയാൽ കൊള്ളാമെന്നുണ്ട്, അതുകൊണ്ട് എൻ്റെ കൂടെ കൊട്ടാരത്തിലേക്ക് വരണം. ദേവി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ നിലവിൽ ഒരാളുടെ ഭാര്യയാണ്, അദ്ദേഹത്തെ യുദ്ധത്തിൽ പരാജയപ്പെടുത്തി കഴിഞ്ഞാൽ ഞാൻ താങ്കളുടെ കൂടെ വരാം എന്ന് പറയുകയും ചെയ്തു. നോക്കൂ, അദ്ദേഹം കണ്ട സ്ത്രീ എന്ന് പറയുന്നത് മറ്റാരും തന്നെ ആയിരുന്നില്ല, അദ്ദേഹത്തിൻ്റെ മാതൃസ്ഥാനിയായിട്ടുള്ള സാക്ഷാൽ ശ്രീപാർവതി തന്നെയായിരുന്നു. അദ്ദേഹത്തിന് മനസ്സിലായില്ല. അതുകൊണ്ട് തന്നെ സ്വന്തം അമ്മയെ തന്നെ കാമദൃഷ്ടിയോടുകൂടി നോക്കിയത് കൊണ്ട് അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള വരങ്ങളൊക്കെ ഇല്ലാതാവുകയും മഹാദേവൻ അദ്ദേഹത്തെ വധിക്കുകയും ചെയ്തു എന്നാണ്. അതോടുകൂടിയിട്ടാണ് മഹാദേവന് അന്തകാന്തകൻ എന്നുള്ള പേര് വന്നതെന്നും പറയുന്നു. ഈ കഥയിൽ നിന്ന് നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടതുകൂടെ പറഞ്ഞ്
ഈ അധ്യായത്തെ നമുക്ക് ചുരുക്കാം. നോക്കൂ, ഭഗവാന്റെ കണ്ണുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രപഞ്ചത്തിലേക്ക് തുറന്നു പിടിച്ചിട്ടുള്ള ഭഗവാന്റെ കാരുണ്യത്തിൻ്റെ കണ്ണുകളാണ്. അതെവിടെ അടയ്ക്കപ്പെടുന്നോ അവിടെ അന്ധകന്മാരുണ്ടാവും. കണ്ണ് കാണാത്തൊരു തലമുറ ജനിക്കപ്പെടും. ഭഗവത് ചിന്ത ഇല്ലാതിരിക്കുന്ന സ്ഥലങ്ങളിൽ ഉണ്ടാവുന്ന പുതിയ തലമുറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ആത്യന്തികമായി ഉള്ളിലെ കണ്ണ്, അകക്കണ്ണ് കാണാൻ സാധിക്കാത്തവരായിരിക്കും. അവർക്ക് അമ്മമാരോട് പോലും കാമം തോന്നുന്നതാണ്. അങ്ങനെ തോന്നുന്നവർക്ക് ഭഗവാന്റെ കൈകൊണ്ട് തന്നെയുള്ള മരണവും സംഭവിക്കും. ആത്യന്തികമായിട്ട് ഭാരതീയ സംസ്കാരത്തിൽ സ്ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയാണ്, ദേവിയാണ്. കാണുന്ന എല്ലാ സ്ത്രീയിലും ആ ദേവീഭാവത്തെ, മാതൃഭാവത്തെ കാണാനാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. നമ്മുടെ സംസ്കാരം ചെറിയ കുട്ടി മുതൽ മുത്തശ്ശി വരെയുള്ള ഒരു സ്ത്രീയാണ് അവരെന്നുണ്ടെങ്കിൽ അവരെ അമ്മയെന്ന് വിളിക്കാൻ പഠിപ്പിക്കുന്ന ധർമ്മമാണ്. അതുകൊണ്ട് തന്നെ കണ്ണ് കാണാത്തൊരു തലമുറയാണ് ഇന്ന് നമ്മുടെ മുമ്പിൽ ജീവിക്കുന്നത്. നമ്മളിന്ന് പത്രവാർത്തകളിലൂടെയും ദൃശ്യമാധ്യമങ്ങളിലൂടെയൊക്കെ കാണുന്നത് ഭരണസിരാ കേന്ദ്രങ്ങളെ നിയന്ത്രിക്കുന്ന ആളുകൾ ഉൾപ്പെടെ ഇത്തരത്തിലുള്ള ദൃഷ്ടിയുമായിട്ടാണ് സമൂഹത്തിൽ ചിന്തിക്കുന്നതെന്നാണ്. അതുകൊണ്ട് തന്നെ അന്ധകന്മാർ ഇന്നും ഈ നാട്ടിലുണ്ട്. അവരെപ്പോഴാണ് ജനിക്കുന്നത്? ഭഗവാന്റെ കണ്ണുകൾ അടയുമ്പോൾ അല്ലെങ്കിൽ അടയ്ക്കുമ്പോഴാണ്. ആ കണ്ണുകൾ എപ്പോഴും തുറന്നു വെക്കുക എന്നുള്ളതാണ് സനാതന ധർമ്മം ചെയ്യുന്നത്. അതെങ്ങനെ ചെയ്യുന്നത്? അതും പുതിയ തലമുറയെ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. ഈ ധർമ്മത്തിൻ്റെ പാതയിലേക്ക് പുതിയ തലമുറയിലുള്ള കുട്ടികളെ കൊണ്ടുവരുമ്പോൾ ഭഗവാന്റെ ആ കണ്ണുകളുടെ കരുണാകടാക്ഷം സദാസമയം ഈ പ്രപഞ്ചത്തിൽ ഉണ്ടാവുകയും ഇവിടെ നന്മ മാത്രം ഉണ്ടാവുകയും ചെയ്യും. അങ്ങനെയുള്ള മഹാദേവനെ, അന്ധകാന്തകനായിരിക്കുന്ന ഭഗവാനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് അടുത്തൊരു കഥയുമായി വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്തേ.